വിരമിച്ച MD-യെ പുനർനിയമിച്ചതിന് പിന്നാലെയാണ് CITU, INTUC യൂണിയനുകൾ മിൽമ തിരുവനന്തപുരം യൂണിയനിൽ നടത്തിവന്ന പണിമുടക്ക് പിൻവലിക്കാൻ തീരുമാനമായത്. മെയ് 24-ന് തൊഴിലാളി യൂണിയനുകളുമായി ചർച്ച നടത്തും. തൊഴിൽ ക്ഷീരവകുപ്പ് മന്ത്രിമാരും ചർച്ചയിൽ പങ്കെടുക്കും. വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ലഭിച്ചത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജുണ്ട്. അർജുൻ, പണിമുടക്ക് പിൻവലിച്ചിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. MD-യുടെ പുനർനിയമനം സംബന്ധിച്ചും ചർച്ചയുണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. അതിൽ തീരുമാനമായേക്കും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗൗതം, ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പണിമുടക്ക് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതലാണ് മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയനിൽ CITUം INTUCയും സംയുക്ത പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നത്. ഈ നിലവിലെ MD, അതായത് വിരമിച്ച MD-യെ വീണ്ടും പുനർനിയമിച്ചു. അക്കാര്യം ആ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പണിമുടക്ക്. ഇന്ന് 2:30-ക്ക് മാനേജ്മെന്റ് ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു ഇക്കാര്യത്തിലൊരു സമവായ ചർച്ചയ്ക്ക്. പക്ഷേ ആ ചർച്ചയിൽ പോലും സംയുക്ത തൊഴിലാളി യൂണിയൻ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല. MD-യെ മാറ്റിയല്ലാതെ ഒരു ചർച്ചയ്ക്ക് സന്നദ്ധമല്ല എന്നായിരുന്നു തൊഴിലാളി യൂണിയനുകളുടെ നിലപാട്. അതിന് പിന്നാലെയാണ് തൊഴിലാളി യൂണിയനുകൾ കടുത്ത നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടത്. ക്ഷീരവകുപ്പിനോടും തൊഴിൽ വകുപ്പിനോടും ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെടാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സംയുക്ത തൊഴിലാളി യൂണിയനുകളോട് ഒരു സമവായത്തിന് ശ്രമം നടത്തുകയാണ് രണ്ട് വകുപ്പുകളും ചെയ്തത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മറ്റന്നാൾ ഒരു സമവായ ചർച്ച നടത്തുന്നത്. ഈ പുതിയ MD, അതായത് നിലവിൽ നിയമിച്ചിട്ടുള്ള വിരമിച്ച MD-യെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ മറ്റന്നാൾ ചേരുന്ന ഈ തൊഴിലാളി ചർച്ചയിൽ ചർച്ച ചെയ്യും. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണമോ നിർത്തണോ എന്നുള്ള കാര്യത്തിൽ തൊഴിലാളി യൂണിയനുകൾ തീരുമാനമെടുക്കും. ഇനി നാളെ എന്തായാലും ഈ സമരം ഉണ്ടാകില്ല. ഇന്ന് അനിശ്ചിതകാല പണിമുടക്കാണ് INTUCയും CITUയും പ്രഖ്യാപിച്ചിരുന്നത്. ഈ സമരം തുടരുകയാണെങ്കിൽ നാളെ തിരുവനന്തപുരം മേഖല, അതായത് തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിലൊക്കെ പാൽ വിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നു. അത് മുന്നിൽ കണ്ടുകൂടിയാണ് ഇത്തരത്തിലൊരു സമവായ ചർച്ച സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. നാളെ എന്തായാലും പണിമുടക്ക് ഉണ്ടാകില്ല. മറ്റന്നാൾ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം ഉണ്ടാകും എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പണിമുടക്ക് തുടർന്നു കൊണ്ടുപോകണോ എന്ന കാര്യത്തിൽ തൊഴിലാളി യൂണിയനുകൾ തീരുമാനമെടുക്കുക. ആ ചർച്ചയിൽ തൊഴിൽ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടിയും ക്ഷീര സംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണിയും പങ്കെടുക്കും. പ്രധാനമായും ഈ തൊഴിലാളി യൂണിയനുകൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം ഈ MD-യെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ്. ഡോക്ടർ P. മുരളി നേരത്തെ MD-ആയി ചുമതലയേറ്റ് ആ ചുമതല വഹിച്ചിരുന്ന ആളാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രായം 58 പിന്നിട്ടതിന് ശേഷം അദ്ദേഹം അത് വിരമിച്ചതാണ്. പിന്നീട് വീണ്ടും അദ്ദേഹത്തെ അതേ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിലായിരുന്നു തൊഴിലാളി യൂണിയനുകൾക്കുള്ള എതിർപ്പ്. അതുകൊണ്ടാണ് ഇങ്ങനെ സമരം പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തെ മാറ്റിയല്ലാതെ ഈ പണിമുടക്ക് പിൻവലിക്കില്ല എന്നായിരുന്നു ഈ തൊഴിലാളി യൂണിയനുകളുടെ നിലപാട്. എന്തായാലും മറ്റന്നാളത്തെ ചർച്ചയിൽ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും ഈ പണിമുടക്കിന്റെ ഭാവി കൂടി തിരിച്ചറിയാൻ കഴിയും. ശരി, എന്തായാലും വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷമായിരിക്കും പണിമുടക്ക് തുടരണമോ വേണ്ടയോ എന്നതിൽ അന്തിമ തീരുമാനത്തിലെത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. അർജുനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.